ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കമന്റ്സിലാണ്. യൂട്യൂബ് പുതുതായി ഒരു ഓപ്ഷണൽ സെറ്റിംഗ്സ് കൂടി യൂട്യൂബ് സ്റ്റുഡിയോയിൽ കൊണ്ടുവരികയാണ്. ഇതിന്റെ പ്രയോജനം കമന്റ്സിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ്. പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമന്റ്സിലെല്ലാം കൂടുതൽ സ്ട്രിക്റ്റ് ആയ സെറ്റിംഗ്സ് ആണ് യൂട്യൂബ് കൊണ്ടുവരുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കമന്റ്സ് എല്ലാം കൂടുതലായി ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇത് ഷോർട്സിൽ വന്നിരിക്കുന്നതാണ്. ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കാണ് ഈ പുതിയ അപ്ഡേറ്റ് ഗുണം ചെയ്യുന്നത്. ഐഫോണിൽ ഷോർട്സ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ലൈറ്റിംഗ് എന്നൊരു പുതിയ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് ഷോർട്സ് വീഡിയോ എടുക്കുന്നവർക്ക് അവരുടെ വീഡിയോയുടെ ലൈറ്റിംഗ് വർദ്ധിപ്പിക്കാനും ഇതിലൂടെ മികവുറ്റ ഒരു വീഡിയോ റെക്കോർഡിംഗ് എക്സ്പീരിയൻസും ലഭ്യമാണ്. ലൈറ്റിംഗ് ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോസ് എടുക്കുമ്പോഴെല്ലാം തന്നെ ഇത് ഓണായി തന്നെ ഇരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കാനും നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായി ഷോർട്സിൽ വന്നിരിക്കുന്ന ഒരു ഫീച്ചർ, ഇതും ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കാണ് നിലവിൽ ലഭിക്കുന്നത്. റീടച്ച് എന്നതാണ് ഈ ഓപ്ഷന്റെ പേര്. ക്യാമറ ടൂൾ ബാറിലാണ് ഈ ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഈ ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങൾ ഒരു ഷോർട്സ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഒരു സ്മൂത്തിങ് എഫക്റ്റ് നൽകാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഭംഗിയുള്ള മൊമെന്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ എഡിറ്ററിലാണ്. ഈ വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ യൂസേഴ്സിന് വീഡിയോ എഡിറ്റിംഗിൽ, അതുപോലെ ഓഡിയോ എഡിറ്റിംഗിൽ, ഇൻഫോ കാർഡ് എഡിറ്റിംഗിൽ, അതുപോലെ എൻഡ് സ്ക്രീൻ എഡിറ്റിംഗ് ഇവയിലെല്ലാം തന്നെ വളരെ ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.